മമ്മൂട്ടി ദി ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഗംഭീരമാണ്. ഇപ്പം ചില ചിത്രങ്ങളെല്ലാം മിക്കവാറുള്ള ചിത്രങ്ങളൊക്കെ കുറേ ചിത്രങ്ങളൊക്കെ പരാജയപ്പെടുമെങ്കിൽ പോലും മിക്കവാറും ഇദ്ദേഹം സെലക്ട് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ ചിലപ്പം ഗംഭീരമായിട്ട് വരാറുണ്ട്. പക്ഷേ ഇദ്ദേഹം വേണ്ടെന്ന് വെച്ച കുറേ ചിത്രങ്ങൾ അതിഗംഭീരമായി ചില നടന്മാരുടെ നാഴികക്കല്ലുകളായിട്ട് മാറുകയും ചെയ്തു. അവരുടെ തലവരെ മാറ്റിയെന്ന് തന്നെ നമുക്ക് പറയാം. അതിനകത്ത് ആദ്യം നമ്മുടെ രാജാവിൻ്റെ മകൻ തമ്പി കണ്ണന്താനം ഉറപ്പായിട്ട് മമ്മൂട്ടി വെച്ച് സ്ക്രിപ്റ്റ് എഴുതി, മമ്മൂട്ടിയെ കണ്ട് സ്ക്രിപ്റ്റ് എഴുതിയ സിനിമ മമ്മൂട്ടി നിരാകരിച്ച സംഭവം അത് മോഹൻലാൽ നായകനായി. അതോടുകൂടി മോഹൻലാൽ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറായി മാറിയതാണ് പിന്നീടുള്ള കഥ. 2 ഏകലവ്യൻ. രഞ്ജി പണിക്കർ മമ്മൂട്ടിയെ കണ്ടെഴുതിയ സ്ക്രിപ്റ്റ് ഷാജി കലാസും എല്ലാവരും ചേർന്ന് മമ്മൂട്ടിയെ വെച്ച് ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോയ സ്ക്രിപ്റ്റ് സുരേഷ് ഗോപി അവസാനം മമ്മൂട്ടി റിജക്റ്റ് ചെയ്തു. സുരേഷ് ഗോപി നായകനായി. സുരേഷ് ഗോപിയുടെ ആക്ഷൻ ഹീറോ പരിവേഷം കിട്ടി. സുരേഷ് ഗോപി മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ സിനിമ ഇരുവർ. ഈ സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെന്ന് അറിയത്തില്ല. മണിരത്നം ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. മണിരത്നം സിനിമ, മണിരത്നമാണ് ഇതിന്റെ പ്രൈം ടൈം. മണിരത്നം പ്രൈം ടൈമിലുള്ള സിനിമ ഉള്ള സിനിമയാണ്. മോഹൻലാലും പ്രകാശ് രാജുമായിരുന്നു. പ്രകാശ് രാജ് അഭിനയിക്കേണ്ട കഥാപാത്രം അഭിനയിക്കേണ്ടിരുന്നത് മമ്മൂട്ടിയായിരുന്നു. അന്നേരം മമ്മൂട്ടി ആ സിനിമ റിജക്റ്റ് ചെയ്തു. പ്രകാശ് രാജ് റോൾ ചെയ്തു. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുകയും ചെയ്തു. അന്നേരം ആ സിനിമകളെല്ലാം കഴിഞ്ഞ ശേഷം ദേവാസുരം IV ശശി സംവിധാനം ചെയ്ത് രഞ്ജിത്ത് തിരക്കഥ എഴുതിയപ്പം ദേവാസുരത്തിനകത്ത് ആദ്യം നായകനാകേണ്ടിയിരുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ രീതിയിലുള്ളൊരു ദേവാസുരമായി മാറിയേനെ എന്ന് നമുക്ക് തോന്നും. അത് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ. ഇത് മോഹൻലാൽ ചെയ്തപ്പം അതിൻ്റെ വേറൊരു തലവെത്തി. ദേവാസുരവും പിന്നീട് രാവണപ്രഭു 2 ബമ്പറാണ് മോഹൻലാലിനോട് അതോടുകൂടി അടിച്ചത്. ഇനി ഒന്നുമല്ല, ഇങ്ങോട്ട് വന്നപ്പോൾ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ്റെ 2 കരിയർ ബെസ്റ്റ് സിനിമകൾ. ഒന്ന് മെമ്മറീസ്, പൃഥ്വിരാജിന്റെ എക്കാലത്തെയും മികച്ച സിനിമ എന്ന് നമുക്ക് പറയാം. ബെസ്റ്റ് ത്രില്ലർ, മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ത്രില്ലർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സിനിമയാണ് മെമ്മറീസ്. മെമ്മറീസിൽ ആദ്യം നായകൻ മമ്മൂട്ടിയായിരുന്നു. കഥ പറഞ്ഞിരുന്നത് മമ്മൂട്ടിയോടാണ്. മമ്മൂട്ടി അത് നിരാകരിച്ചു. പൃഥ്വിരാജിന്റെ എക്കാലത്തെയും മികച്ച ത്രില്ലറും മലയാളത്തിലെ ഏറ്റവും മികച്ച ത്രില്ലറും അവിടെ പിറന്നു. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രം ദൃശ്യം. മമ്മൂട്ടിയോടാണ് കഥ പറഞ്ഞത്. എപ്പോഴും ജിത്തു ജോസഫ് ഇന്റർവ്യൂ പറയാറുള്ളതാണ്. കഥ പറഞ്ഞു, പക്ഷെ മമ്മൂട്ടി നിരാകരിച്ചു. ദൃശ്യം എക്കാലത്തെയും വലിയ ഹിറ്റായി. ദൃശ്യം 1, 2, 3 ഇറങ്ങാൻ പോകുന്നു. ഇതെല്ലാം മമ്മൂട്ടിയുടെ നഷ്ടങ്ങളും ബാക്കിയുള്ളവരുടെ വലിയ വലിയ നേട്ടങ്ങളുമാണ്. ഇനി ഇതിന്റെ എണ്ണം കൂടത്തേ ഉള്ളൂ. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം മമ്മൂട്ടി മോഹൻലാലും ഒക്കെ നിരാകരിച്ച ചിത്രങ്ങൾ. പക്ഷേ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പറയത്തില്ല. ഇപ്പം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരുടെയും തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് സത്യം. കാരണം ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അത് എഴുതിപ്പെട്ട ലിപികളാൽ എഴുതിപ്പെട്ടതാണ്. അത് തന്നെ സംഭവിക്കും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഉദാഹരണം.